ലോകം മുഴുവനും പശ്ചിമേഷ്യയിലേക്ക് ഉറ്റുനോക്കുകയാണ്. സമാധാനത്തിന്റെ എല്ലാ വാതിലുകളും അടഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും നേർക്കുനേർ നിൽക്കുന്ന ഒരു മഹായുദ്ധത്തിന്റെ വക്കിലാണ് നാം ഇന്ന് 2026 ഈ ഏപ്രിൽ അവസാന ദിവസത്തിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നാൽ ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇറാൻ പതറുന്നില്ല എന്നത് അമേരിക്കയെയും സഖ്യകക്ഷികളെയും ഒരുപോലെ അമ്പരപ്പിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതു മുതൽ ഇറാന്റെ ആണവ സൈനിക ശേഷിയെ തകർക്കുക എന്നത് തന്റെ പ്രധാന അജണ്ടയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇറാന്റെ തുറമുഖങ്ങൾക്കും എണ്ണക്കപ്പലുകൾക്കും മേൽ അതിശക്തമായ നാവിക ഉപരോധം ഏർപ്പെടുത്തിയത്. ഇറാന്റെ വരുമാന മാർഗമായ എണ്ണ വിപണിയെ പൂർണ്ണമായും തകർക്കുക എന്നതായിരുന്നു വാഷിംഗ്ടണിന്റെ ലക്ഷ്യം. ഏകദേശം 69 ദശലക്ഷം ബാരൽ എണ്ണയാണ് ഇറാൻ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്നത്. എന്നാൽ ഈ നീക്കം അമേരിക്ക വിചാരിച്ചതുപോലെ ലളിതമായിരുന്നില്ല. ആഗോള എണ്ണ വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലേക്ക് കുതിച്ചുയർന്നത് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെയും ബാധിച്ചു. പെന്റഗണിന്റെ കണക്കുകൾ പ്രകാരം ഇതിനോടകം തന്നെ ഈ യുദ്ധ നീക്കങ്ങൾക്കായി അമേരിക്ക $25 ബില്യൺ ചിലവഴിച്ചു കഴിഞ്ഞു. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ട്രംപിന്റെ ഈ യുദ്ധക്കൊതിക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. അമേരിക്കൻ ഉപരോധത്തിന് മറുപടിയായി ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു. ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ കടത്തിവിടില്ല എന്ന നിലപാട് ആഗോള വ്യാപാരത്തെ തന്നെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ സമുദ്ര പരിധിയിലൂടെ കടന്നുപോകുന്ന ഓരോ കപ്പലിൽ നിന്നും സെക്യൂരിറ്റി ടോൾ ഈടാക്കുമെന്ന് ഇറാന്റെ നിർദ്ദേശം അമേരിക്ക തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ സംഘർഷം ഇരട്ടിയായി. ഇറാന്റെ ഈ കടുത്ത നിലപാട് അമേരിക്കയുടെ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കി. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ യുദ്ധതന്ത്രങ്ങളോട് വിയോജിച്ചു തുടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ എണ്ണ വിപണനം തടസ്സപ്പെട്ടതോടെ UAE ഒപെക് കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ചത് അമേരിക്കയ്ക്ക് വലിയൊരു നയതന്ത്ര തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സംഘർഷത്തിനിടയിലും ഇറാന് ഏറ്റവും വലിയ കരുത്തായി മാറുന്നത് റഷ്യയുടെയും ചൈനയുടെയും നിലപാടുകളാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ട്രംപിന് നൽകിയ കർശന മുന്നറിയിപ്പ് ലോകം ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്കോ ആണവ നിലയങ്ങൾക്കോ മേൽ ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ റഷ്യ നിശബ്ദമായിരിക്കില്ല എന്ന് പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് മാറ്റി സൂക്ഷിക്കാമെന്ന പുടിന്റെ വാഗ്ദാനം ഇറാന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒന്നാണ്. മറുഭാഗത്ത് ചൈനയാകട്ടെ അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് ഇറാന്റെ എണ്ണ വാങ്ങാനുള്ള രഹസ്യധാരണകളിൽ ഏർപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇത് അമേരിക്കയുടെ ഉപരോധം എത്രത്തോളം ഫലപ്രദമാകുമെന്നതിനെ കുറിച്ച് സംശയങ്ങൾ ഉയർത്തുന്നു. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്ക ഒരു യുദ്ധക്കൊതിയനായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ഇറാൻ ഒരു ഇരയായും പ്രതിരോധത്തിന്റെ പ്രതീകമായും മാറുകയാണ്. ഇസ്രായേലിന്റെ സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന ലക്ഷ്യമെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോഴും ഇസ്രായേലിൽ നേരിടുന്ന ഭീഷണി വർദ്ധിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹിസ്ബുള്ളയും ഹമാസും ഇറാന്റെ പിന്തുണയോടെ ഇസ്രായേൽ അതിർത്തിക്കുള്ളിൽ നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഇറാന്റെ ആത്മീയ നേതൃത്വത്തെ തകർക്കാൻ അമേരിക്ക ശ്രമിക്കുമ്പോഴും അത് ജനങ്ങളെ ഭരണത്തോട് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷം അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധവും അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളും എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ആരംഭിച്ച സൈനിക നീക്കങ്ങൾ 3-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കാര്യങ്ങൾ അമേരിക്ക വിചാരിച്ചതിലും സങ്കീർണമാകുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ എണ്ണ കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച അതിശക്തമായ നാവിക ഉപരോധം പശ്ചിമേഷ്യയെ ഒന്നടങ്കം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ഉപരോധത്തെ വകവയ്ക്കാതെ തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഇറാന്റെ നീക്കങ്ങൾ അമേരിക്കയെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇപ്പോൾ ആഗോള എണ്ണ വിപണിയെയാണ് ബാധിച്ചിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $110 മുകളിലേക്ക് കുതിച്ചത് അമേരിക്കയുടെയും സഖ്യകക്ഷികൾക്കിടയിൽ പോലും അതൃപ്തി ഉണ്ടാക്കുന്നു. ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള കപ്പലുകളെ തടയാൻ 10,000-ലധികം US സൈനികരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. എന്നാൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ച ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് അമേരിക്ക ഉപരോധം കർശനമാക്കിയത്. എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ട് രംഗത്തെത്തിയത് അമേരിക്കയുടെ നീക്കങ്ങൾക്ക് തടസ്സമായിട്ടുണ്ട്. ഇറാന് മേൽ വീണ്ടും സൈനിക ആക്രമണങ്ങൾ നടത്തിയാൽ അത് ലോകത്തിന് തന്നെ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പുടിൻ. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം
യുറേനിയം റഷ്യയിലേക്ക് മാറ്റി സൂക്ഷിക്കാമെന്ന പുടിന്റെ നിർദ്ദേശം ഇറാന് അനുകൂലമായി കാണുന്നുണ്ട് എങ്കിലും അമേരിക്കയുടെ സീറോ എൻറിച്ച്മെന്റ് എന്ന കർശന നിലപാട് ചർച്ചകളെ വഴിമുട്ടിക്കുന്നു. ഇറാന്റെ ആത്മീയ നേതാവായിരുന്ന അലി ഖൊമേനി ഉൾപ്പെടെയുള്ള പ്രമുഖരെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭരണകൂടത്തെ തകർക്കുമെന്ന് അമേരിക്ക കരുതിയെങ്കിലും അത് ജനങ്ങൾക്കിടയിൽ അമേരിക്കൻ വിരുദ്ധ വികാരം പടർത്താനാണ് കാരണമായത്. ഉപരോധം ലംഘിക്കാനായി ഇറാൻ പുതിയ മാർഗങ്ങൾ തേടുകയും റഷ്യയുമായും ചൈനയുമായും സൈനിക സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വാഷിംഗ്ടണിനെ കടുത്ത ആശങ്കയിലാക്കുന്നു. യുദ്ധച്ചെലവ് ഇതിനോടകം തന്നെ $25 മില്യൺ കടന്നു എന്ന് നമ്മൾ പറഞ്ഞതാണ്. അമേരിക്കൻ കോൺഗ്രസിനുള്ളിൽ തന്നെ ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ചോദ്യങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ഉപരോധങ്ങൾ എത്ര കാലം തുടരാനാകുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ട്രംപിന്റെ രാഷ്ട്രീയ ഭാവിയും പശ്ചിമേഷ്യയുടെ സമാധാനവും. ചുരുക്കത്തിൽ, സൈനികമായി ഇറാനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ രാഷ്ട്രീയമായും സാമ്പത്തികമായും അമേരിക്ക വൻ പ്രതിസന്ധി നേരിടുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ സാമ്പത്തികമായും സൈനികമായും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇറാൻ അതിനെ അതിശക്തമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ പ്രതിരോധിക്കുന്നു. വൻശക്തിയായ അമേരിക്ക പോലും ഈ യുദ്ധത്തിൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും തളരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ ആധിപത്യത്തിന് ഇളക്കം തട്ടുകയും റഷ്യയും ചൈനയും ഇറാനൊപ്പം നിൽക്കുകയും ചെയ്യുന്നത് വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ്. സമാധാന ചർച്ചകൾ പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഈ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയുടെ ഭാവി ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി തുടരുന്നു.